നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പുതിയ വാർത്തകളിലേക്ക്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തുന്ന ഇറാൻ സർക്കാരിന് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. സഹായം ഉടൻ എത്തും എന്ന ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ വലിയ യുദ്ധഭീതിയാണ് പടർത്തുന്നത്. ഇന്ന് രാവിലെ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി പങ്കുവച്ച കുറിപ്പിൽ ഇറാൻ സർക്കാരുമായുള്ള എല്ലാ നയതന്ത്ര ചർച്ചകളും താൻ റദ്ദാക്കിയതായി ട്രംപ് അറിയിച്ചു. പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലുന്ന നിലപാട് മാറ്റാതെ ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനിലെ ദേശസ്നേഹികളെ, സമരം തുടരുക, നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങൾ തന്നെ പിടിച്ചെടുക്കുക എന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തത്. പ്രക്ഷോഭകരെ ഉപദ്രവിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാനും അവരിൽ നിന്നും കനത്ത വില ഈടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മേക്ക് ഇറാൻ ഗ്രേറ്റ് എഗെയിൻ എന്ന ഹാഷ്ടാഗോടെയാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ 2 ആഴ്ച മുൻപ് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള പ്രക്ഷോഭമായി മാറിയിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാജ്യത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ സർക്കാർ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. ടെഹ്റാനിലടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം സൈന്യവും പ്രതിഷേധക്കാരും തമ്മിൽ തെരുവ് യുദ്ധമാണ് നടക്കുന്നത്. വെറും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ട്രംപിന്റെ മുന്നറിയിപ്പുകൾ എന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള സൂചനകൾ. കഴിഞ്ഞ ദിവസം ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 25% ടാരിഫ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇറാനെതിരെ സൈനിക നീക്കം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാതറീൻ ലിവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ഇടപെടലിനെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ശക്തമായി വിമർശിച്ചു. അമേരിക്ക ഇറാനിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നും ആക്രമണമുണ്ടായാൽ മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ തകർക്കുമെന്നും ഇറാൻ തിരിച്ചടിച്ചു. ചൈനയും റഷ്യയും ഇറാനെതിരെയുള്ള ഏകപക്ഷീയമായ സൈനിക ഭീഷണികളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാനിൽ ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും പ്രവാസികളും കഴിയുന്നുണ്ട്. നിലവിലെ സംഘർഷ സാഹചര്യത്തിൽ അവർ സുരക്ഷിതരാണെന്നും ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാനിലെ ജനത സ്വാതന്ത്ര്യത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക ഇടപെടൽ ഉണ്ടാകുമോ അതോ ഉപരോധങ്ങളിലൂടെ ഇറാനെ തളയ്ക്കാനാണോ ട്രംപ് ശ്രമിക്കുക എന്നത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ലോകം ഭീതിയോടെ കാത്തിരിക്കുകയാണ് ടെഹ്റാനിൽ നിന്നുള്ള അടുത്ത വാർത്തയ്ക്കായി. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.